യോഗയാണ് ഇപ്പം 5ാം ക്ലാസ്സെ കുറിച്ചാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഏരിയ. അതിൽ നിന്നാണ് ഇനി ഈ സിലബസൊക്കെ ഉണ്ടാക്കി. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ എന്തോന്ന്? വിട്രയൽ ഓഫ് 5 സെൻസസ്. എന്തോന്ന്? വിട്രയൽ ഓഫ് പറയൂ. വിട്രയൽ ഓഫ് 5 ഞാൻ എന്ത് ചെയ്ത് എങ്ങനെ വിട്ട് അതിനൊരു പ്രാക്ടിക്കൽ ഇരിക്കുന്നത്. അതാണ് ചക്ര ആക്ടിവേഷൻ യോഗ. അതാണ് ചക്ര ആക്ടിവേഷൻ യോഗ. അത് വെർട്ടിക്കൽ ഡയമെൻഷൻ ഓഫ് യോഗ. ഇത് കഴിഞ്ഞാൽ ധാരണ, ധ്യാനം, സമാധി പോകും. ആ സമാധിയിലുള്ള പോയാൽ ഈ ജന്മത്തിൽ മുക്തി. എന്തോന്ന്? അപ്പോൾ ഈ രാംദേവിൻ്റെ ആസനം മാത്രം ചെയ്തിരുന്നാൽ മുക്തി കിട്ടുമോ? 96 വയസ്സിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുക്തി കിട്ടണമെങ്കിൽ 5ാം ക്ലാസ് സമാധി വരെ പോയി എത്തിയാലും മുക്തി. ഓക്കെ. അപ്പോൾ ഈ പ്രത്യാഹാര യോഗയിൽ എന്തിനാണ് ഈ ചക്ര ആക്ടിവേഷൻ വരുന്നത്? നമ്മുടെ ടാപ്പി പ്രത്യാഹാരം മീൻസ് വിട്രയൽ ഓഫ് 5 സെൻസസ് അല്ലേ? അതിന് ഒരു ദിവസത്തെ ക്ലാസ് വേണം. നിങ്ങൾ നടത്തിക്കോ, അനൗൺസ് ചെയ്തോളൂ. 5 ദിവസത്തിൽ ഒരു ദിവസം പ്രത്യാഹാര യോഗ. അപ്പോൾ അവർ യോഗ ടീച്ചേഴ്സ് എല്ലാവരും പഠിച്ചവരൊക്കെ വരണമല്ലോ. യോഗ ബുക്ക് എഴുതിയവരെല്ലാം വരണം. എത്ര വേണമെങ്കിലും ചെയ്തോളൂ. അത് വേണ്ട. പ്രത്യാഹാര യോഗ അതിൽ ആവശ്യമുള്ള ഞാൻ ചേർത്തോളാം. അപ്പോൾ പ്രത്യാഹാരത്തിനും ചക്ര ആക്ടിവേഷനും എന്തോന്ന് കണക്ഷൻ? മൂലാധാരം അത് ആക്ടിവേറ്റ് ചെയ്യുന്നു. അതോടെ ചേർന്ന് അതാണ് ഇനി അടുത്ത നോട്ട് എടുക്കുമ്പോൾ വലിയ നോട്ട് ഇരിക്കണം. ഇതേമാതിരി പേഡ് ഇതൊന്നും പറ്റില്ല. എന്നുവെച്ചാൽ ഇങ്ങനെ ചാർട്ട് വരയ്ക്കേണ്ടി വരും. അപ്പം മൂലാധാരം അതോടെ ചേർന്ന എലമെൻ്റ് എർത്ത്, അതിൻ്റെ തന്മാത്ര എന്തോന്ന്? സ്മെല്ല്, ഗന്ധം. അതിനെ പിടിക്കുന്ന ജ്ഞാനേന്ദ്രിയം മൂക്ക്. എന്തോന്ന്? മൂക്ക്. അപ്പോൾ മൂക്കിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ മൂലാധാരത്തിൽ നിന്ന് പോയി കൊണ്ടുവരാൻ മന്ത്രമുണ്ട്. ഫസ്റ്റ് ലെവല് ഇത് ആക്ടിവേഷനാണ് ഇന്ന് നിങ്ങൾ പഠിക്കുന്നത്. പ്രത്യാഹാര യോഗയിൽ ഇതിനെ മൂക്കെയും കണക്ട് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ടെക്നിക്ക് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ പ്രത്യാഹാര യോഗയിൽ കേരളത്തിൽ കേൾക്കാൻ നല്ലതായിരിക്കുന്നു. പേപ്പറിൽ വേണമെങ്കിലും ഇടാം. നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് വി ആർ ഡീലിംഗ് വിത്ത് പ്രത്യാഹാര എന്ന് ഒരു പ്രാവശ്യം അഡ്വർടൈസ്മെൻറ്റ് ഇട്ടാൽ എല്ലാവരും ഇതെന്തോന്നു ഇവിടെ ഒരു ഫ്ലെക്സും വയ്ക്കണം. അപ്പോൾ പ്രത്യാഹാര കണ്ണ് വരെ പോകുന്ന മന്ത്രമുണ്ട്, മുദ്രമുണ്ട്. ആക്ടിവേഷൻ പ്ലസ് മന്ത്രം, മുദ്രമ്പോൾ മൂക്കിൽ എനർജി ഫ്ലോ ഉണ്ടാവും. അപ്പോൾ എനർജി ഫ്ലോ കൊണ്ട് കൺട്രോളും വരും. എന്തോന്ന്? അപ്പോൾ റൈറ്റ്, ഓക്കെ, അത് ഒന്ന് ശരിയായി. രണ്ടാമത് സ്വാധിഷ്ഠാനം ആക്ടിവേഷൻ ചെയ്യുന്നു. അതിൽ ഒന്ന് സ്വാധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തോന്ന്? 6 ദളം. മൂലാധാരത്തിൽ 4 ദളം. 4 ദളം എന്തോന്നാണ്? 4 ദളം എന്തോന്ന്? ചിത്തം, ബുദ്ധി, മനസ്സഹങ്കാരം. അതായത് മനസ്സഹങ്കാരം. അപ്പോൾ പ്രത്യേക യോഗാരെ നിങ്ങളുടെ ലൈഫ് അന്ധകരണം എന്ന് പറഞ്ഞ് അറിയാം. പക്ഷേ ചിത്തം, ബുദ്ധി, 4 പെട്ടൽ, ഒവ്വൊരു പെട്ടലും ഇതാണ് സിദ്ധം. നിങ്ങളുടെ മുമ്പ് നീട്ടിക്കും 4 ഡയറക്ഷൻ ചെയ്തത് സിദ്ധം, ബുദ്ധി, മനസ്സഹങ്കാരം. ഇതെന്തോന്ന്? ഇത് ലൈഫ് ചേഞ്ചിങ് ആണ്. അറിയാമോ? എന്തോന്ന്? ലൈഫ് ടോട്ടൽ ലൈഫ് ചേഞ്ച് ആവും. എന്തോന്ന്? ടോട്ടൽ ലൈഫ്. സിദ്ധം, ബുദ്ധി, മനം, അഹങ്കാരം. ബുദ്ധി നല്ല ഡെവലപ്പായാൽ യുവർ പ്ലാനിങ്, ഓർഗനൈസിങ് എല്ലാം നല്ലാവുമല്ലോ. മനസ്സ് വഴിയായിട്ടല്ലേ നിങ്ങളുടെ സ്പിരിച്വൽ എനർജി പുറത്തോട്ട് പോകുന്നത്, ലീക്കാവുന്നു. അത് പിടിച്ച് അകത്തോട്ട് കൊണ്ടുവരുന്നതല്ലേ പ്രത്യാഹാരം. അപ്പോൾ ഇവിടെ വന്ന് മനസ്സ് അതൊരു മായയുടെ കണക്റ്റായി ജ്ഞാനേന്ദ്രിയം വഴിയായിട്ടാണ് എനർജി പുറത്തു പോകുന്നത്. അത് നല്ല സിനിമ കാണണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണണം. പിന്നെ അവിടെ പോകണം. ഇവിടെ നാക്കിന് നല്ല രുചിയാണ്. മറ്റേ ഹോട്ടലിൽ പോയാൽ അത് കിട്ടും. എന്തോന്ന്? മറ്റേ ഹോട്ടലിൽ അമ്മ എന്ത് ചെയ്യുന്നു വെച്ചിരിക്കുക, അമ്മ വന്ന് അജിനോമോട്ടോ വേറെ എന്തെങ്കിലും കെമിക്കലായിട്ട് അത് നിങ്ങൾ ബ്രെയിനിൽ കയറിയ അമ്മാവാണ്. അതാണ് ഇതിൻ്റെ ഇത്. അമ്മയിട്ട് ഇന്ന് ഇത് വന്ന് ആയുർവേദത്തിൽ അമ്മാന്ന് സ്റ്റോർ ആവുന്നു. ടാക്സിൻ അവിടെ പോയി സ്റ്റോർ ആവും. അപ്പോൾ അത് തന്നെ വേണമെന്ന് പറയുന്നത് ഇങ്ങനെ ഹോട്ടൽ. അതുകൊണ്ട് അതിലും കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ഈ ഇത് വരുമ്പോൾ ആ നാക്കിനുള്ള ആഹാരം ഇരിക്കണം, അത് ഡൈനാമിക്കായിരിക്കണം, എല്ലാം വൈറ്റമിൻ സി ഉണ്ടോ, ഇതുണ്ട്. ഇങ്ങനെ കളിച്ചാൽ അത് നിങ്ങൾ വേറെ നാക്കിൻ്റെ പിടിയിൽ നിന്ന് വിടുപെട്ടു. എന്തോന്ന്? നാക്കിൻ്റെ പിടി നല്ല വയസ്സായി ഇതിനോ കാൽസ്യം ഇരിക്കുന്ന ഇതുണ്ടാണ് റൈറ്റ്. അത് കളിച്ചാൽ നാക്കിൻ്റെ പിടിയിൽ നിന്ന് വിടുപെട്ടു. എന്താ ജീവിക്കണമെങ്കിൽ തന്നെ. പക്ഷേ എനിക്ക് അവിടെ ഉള്ള മറ്റേ ചിക്കൻ
മറ്റേ ഇതൊന്ന് ഇപ്പോൾ തീയിലൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ടല്ലോ, അതൊക്കെ വേണം ഇങ്ങനെ പറഞ്ഞാൽ അത് നാക്കിൻ്റെ അടിമ. അപ്പോൾ യോഗി അതിലൊന്ന് വിടുപെടണം. അതിന് സ്വാദിഷ്ഠാനം ആക്ടിവേറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ സ്വാദ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ്, സ്വാദ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റേ ഇല്ല. 6 ടേസ്റ്റേ ഉള്ളൂ. 6 ടേസ്റ്റാണ് 6 പെട്ടലിലിരിക്കുന്നത്. എന്തോന്ന് 6 ടേസ്റ്റാണ് കറക്റ്റ്. 6 ടേസ്റ്റ് 6 ടേസ്റ്റ് നിങ്ങൾ ശരിക്കും ചെയ്താൽ അസുഖം വരില്ല. എന്തോന്ന് ഉപ്പ് പുളിയല്ല. നിങ്ങൾ വേറെ ആയുർവേദ ഡോക്ടറെ കൊണ്ട് 6 അതിൻ്റെ പേര് ടേസ്റ്റ് മാനേജ്മെൻറ്റ്. എന്തോന്ന് ഇതൊക്കെ ഇപ്പോൾ സിസ്റ്റം. അപ്പോൾ ഇതിപ്പോൾ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് ടേസ്റ്റ് മാനേജ് അത് കൊള്ളാമല്ലോ കേൾക്കാൻ. ഇത് നമ്മുടെ ആയുർവേദത്തിലും ശിവയോഗയിലും ഉള്ളതാണ്. ഈ ടേസ്റ്റ് വന്ന് 6 ടേസ്റ്റ് അങ്ങനെ 12 ടേസ്റ്റ് ആക്കുന്നത് എങ്ങനെ, ഉപ്പ് പുളി അതൊക്കെ അതേപോലെ പൊരിച്ചിയാൽ ഗ്രേവിയിലിട്ട് ഇങ്ങനെ ആക്കുന്നതെന്ന് കോളേജിൽ 4 കൊല്ലം പഠിക്കുന്നതിനാണ് എന്തോന്ന് കാറ്ററിംഗ് ടെക്നോളജി. എന്തോന്ന് അത് വന്ന് സ്റ്റാർ ഹോട്ടലിൽ തരുന്നത്. അത് തിന്നാൽ നിങ്ങൾ പെട്ടെന്ന് ചാവും. ടേസ്റ്റ് നല്ലതായിരിക്കും, പക്ഷേ ചാവുന്നത് നേരത്തെ ചാവും. പക്ഷേ റീകുക്ക്ഡ് 3 ടൈംസ് കുക്ക്ഡ് ഫുഡൊക്കെ സ്റ്റാർ ഹോട്ടലിൽ ചെയ്യുന്നു. ടേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി പല കുക്കിങ്ങും ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡ് തിന്നാലും ശീഘ്രം ചാവും. ഇതെന്തോന്ന് ഇങ്ങനെ പറയുന്നത്? ഇത് തന്നെ ഫാക്റ്റ്. എന്തോന്ന് ഫാക്റ്റ്. ഒരു പട്ടി നിങ്ങൾ വളർത്തുന്നു. പട്ടി വെറും മറ്റേ അതിന് ആവശ്യം നോൺ വെജിറ്റേറിയൻ ഇതൊക്കെ തിന്നാതിരിക്കും. നിങ്ങൾ കുക്ക്ഡ് ഫുഡ് ഇട്ടാൽ അതിന് 60% ലൈഫ് 40% ലൈഫ് നഷ്ടപ്പെടണം. എന്തോന്ന് മനസ്സിലായ? ഇതൊക്കെ സീക്രട്ടാതിരിക്കട്ടെ. സോ ഈ ടേസ്റ്റ് 6 പെർമ്യൂട്ടേഷൻ ഇത് കൊണ്ടുവരുന്നത് ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് യോഗയിൽ ഇതിനെ ആക്ടിവേറ്റ് ചെയ്താൽ ഈ ടേസ്റ്റ് നാക്കിൽ റിപ്പോർട്ടാവും. നാക്കിലിങ്ങനെ റിപ്പോർട്ടായ വാട്ടർ ഡിസ്ചാർജ് വന്നാൽ നിങ്ങളുടെ വാതപിത്ത കഫം സമം ഇക്വിലിബ്രിയം. എന്തോന്ന് ഈക്വൽ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം. വാദം 100 എഴുതിക്കുള്ളൂ. വാദം 100 ഇതൊക്കെ ചക്ര ആക്ടിവേഷൻ യോഗയിൽ വരുന്നത്. അതാണ് ആയുർവേദ ഡോക്ടറെ വിളിക്കാൻ പറയുന്നത്. അവർക്ക് അറിയണം ഇത്. അവർക്ക് ഇത് ആവശ്യമുണ്ട്. അപ്പോൾ 100 വാദം, 50 പിത്തം, 25 കഫം. അപ്പോൾ 25 കഫം എവിടെ ഇരിക്കുന്നത്? മൂലാധാരത്തിൽ സ്വാധിഷ്ഠാനത്തിലാണ് കഫം, എർത്ത് ആൻഡ് വാട്ടർ. അപ്പോൾ ആക്ടിവേഷൻ ആദ്യം അവർ അലോപ്പതി ഡോക്ടറിനും കൺട്രോൾ ചെയ്യാൻ മരുന്ന് കൊടുത്ത് ശരിയാതെ ഇത് ആക്ടിവേറ്റ് ചെയ്താൽ കഫം ഈ ചക്ര ആക്ടിവേഷൻ ഇതാ നോക്കിക്കോ. ചക്ര ആക്ടിവേഷൻ ചെയ്ത് സാധാരണ മൂലാധാരത്തിൽ ഇത് ഇതിന് വാട്ടറിനിങ്ങനെ കഫം വെയിറ്റ് കുറയ്ക്കണം. ഇങ്ങനെ വെച്ചാൽ വെയിറ്റ് കുറഞ്ഞോളൂ. ഇത് പല വെയിറ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഇടണം. നമ്മുടെ നോട്ടീസിൽ അത് വരണം. വെയിറ്റ് മാനേജ്മെൻറ്റ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഡയബറ്റിക് കൺട്രോൾ വരണം. ഇതിലെല്ലാം നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ കഫം കൺട്രോൾ അതന്നെ. ഇത് ഇങ്ങനെ വയ്ക്കുന്നു, ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വെച്ചാൽ ഡിക്രീസ്. എന്തോന്ന് ഇങ്ങനെ വെച്ചാൽ നോർമൽ. ഇങ്ങനെ കൊണ്ടുപോയാൽ ഇൻക്രീസ്. ഇത് നോർമൽ. ഇങ്ങനെ കൊണ്ടുപോയാൽ ഇൻക്രീസ്. ഇങ്ങനെ വെച്ചാൽ 1/3 33 ഇൻക്രീസ്. 100 ഇങ്ങനെ ഉള്ളോട്ട് മൂവ് ചെയ്താൽ ഇൻക്രീസ്. മുകളിലോട്ട് വെച്ചാൽ ഡിക്രീസ്. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് മാനേജ്മെൻറ്റ് വെള്ളം ഉയർത്തനല്ലേ വെയിറ്റ് കൂടിയത്, അതിനെ കുറച്ചാൽ വെയിറ്റ് കുറയും. അഗ്നിയെ കൂട്ടണം വെയിറ്റ് മാനേജ്മെൻറ്റിന്. വായുവെ കൂട്ടണം. ഇതെ കൂട്ട വെയിറ്റ് മാനേജ്മെൻറ്റ് 10 ദിവസത്തിൽ നല്ല റിസൾട്ട് വന്നവരുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വെയിറ്റ് മാനേജ്മെൻറ്റ് മുദ്രയില്ല. അത് തനി ക്ലാസ് ഹാഫ് ഡേ ക്ലാസ് സാറ്റർഡേ സൺഡേ വെച്ച് ഹാഫ് ഡേ ക്ലാസ് അത് ഒരുപാട് കാര്യങ്ങൾ വരാം. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. റൈറ്റ്. ഓക്കെ. അപ്പോൾ ഈ വാതപിത്ത കഫം വാട്ടർ ഡിസ്ചാർജ് വന്നാൽ ഇക്വിലിബ്രിയം നിങ്ങൾക്ക് 100, 50, 25 ഇല്ല പുളിപ്പ് വരികയാണ്. എന്തോന്ന് പുളി വന്നാൽ നിങ്ങൾക്ക് വാദം കൂടുതൽ. എന്തോന്ന് അയ്യോ എനിക്ക് ഇപ്പം നിങ്ങൾക്ക് പുളി തന്നെ കൂടി. അപ്പോൾ ഉടനെ ആയുർവേദ ഡോക്ടറെ അടുത്ത് ഓടണ്ട. എന്തോന്ന് ഇവിടെയാണ് കടുക്കായ, നെല്ലിക്ക, താന്നിക്ക വന്ന് പഞ്ചേൻ്റെ ടേസ്റ്റ് ആഡ് ചെയ്ത് അത് ക്യാൻസൽ ആയിക്കൊള്ളൂ. എന്തോന്ന് തുവർപ്പൂ പഞ്ചേൻ്റെ ഇതായിട്ട് ഇപ്പോൾ അത് ഇപ്പോൾ നിങ്ങളുടെ വാദം 10% ഇൻക്രീസ് ആയത് പഞ്ചേൻ്റെ ഇട്ടപ്പോൾ അത് നോർമലായി. ഇപ്പം ആയുർവേദ ഡോക്ടറെ പോകണ്ടല്ലോ. എനിക്ക് ഇപ്പോൾ വന്ന് കയപ്പ് വന്നു, ബിറ്റർനെസ്, പിത്തം ജാസ്തി. എന്തോന്ന് പിത്തം ജാസ്തിയാണ്, BP ഇൻക്രീസ്, ദേഷ്യം വരുന്നതൊക്കെ. അപ്പോൾ കയ്പ്പ് വന്നു എനിക്ക്. അപ്പോൾ എന്ത് ചെയ്യണം?
കയപ്പിന് മരുന്ന് കയപ്പ് തന്നെ എന്തോന്ന് പാവയ്ക്ക. പാവയ്ക്ക, ചുണ്ടയ്ക്ക, ആ. ഏത് കയപ്പുള്ളതെന്ന് വെച്ചാൽ മറ്റേ ഇനം ഒരുപാട് ഇതെല്ലാം ഉണ്ട്. അതിനായി ആഡ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായി ക്യാൻസൽ ആയിക്കൊള്ളും, കൂടിയത് കുറഞ്ഞുകൊള്ളും. അതിനും അപ്പോൾ ആയുർവേദ ഡോക്ടറിന് പോണ്ടല്ലോ. അപ്പോൾ കഫം കൂടുതൽ, ലൈറ്റ് സ്വീറ്റ് വരും. എന്തോന്ന് ലൈറ്റ് സ്വീറ്റ് വന്നാൽ കഫം കൂടുതൽ. കുരുമുളക് എന്തോന്ന് ആ. എനിക്കിവിടെ കുറച്ച് കുരുമുളകും ചുക്കും കൊണ്ട് വയ്ക്കണം, ഞാൻ ഇത് യൂസ് ചെയ്യും. ആ, ഓക്കെ. ഇപ്പോൾ ഇത് കരിപ്പട്ടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, കരിപ്പട്ടി കാപ്പി, മനസ്സിലായ? ആ. അത് വാങ്ങിച്ച് എല്ലാം കുറച്ച് റെഡിയാക്കി വയ്ക്കുക. സോ അപ്പോൾ പാദപിത്ത കഫം നോർമലായല്ലോ. നിങ്ങളുടെ ലൈറ്റ് സ്വീറ്റ് ലൈറ്റ് സ്വീറ്റ്. അത് വരുമ്പോൾ എന്ന് വെച്ചാൽ കുരുമുളക് യൂസ് ചെയ്താൽ കുറേ ഒക്കെ. അപ്പോൾ പഴയ കാലത്ത് ഒരു കാരച്ചാവെന്ന് ഒന്ന് വിറ്റത് ഓർമ്മ ഉണ്ടാക്കുക. കാരച്ചാവെന്ന് ഹോട്ടലിൽ വിൽക്കുന്ന വാങ്ങി തിന്നിട്ടുണ്ടോ? കാരച്ചാവ് ഇപ്പോഴും ഉണ്ട്, അത് തമിഴ്നാട്ടിലും ഉണ്ട്. കാരച്ചാവെന്ന് കുരുമുളക് പൗഡർ ഇട്ട് കടലമാവിൽ കുരുമുളക് മാവിട്ട് കുഴിഞ്ഞ് എണ്ണയിൽ വിട്ട് എടുക്കുന്നത്. എന്താണ് കാരച്ചാവ്. പക്കാട. പക്കാട അല്ല, പക്കാട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് നൂലുമാരി വരുന്നത്. നൂലുമാരി. നമ്മുടെ അതൊക്കെ പഴയ കാലത്ത് പഴയ ഹോട്ടലിൽ നിന്ന് ഇപ്പം ഇല്ല. അത് തിന്നാൽ കഫം കുറയും. എന്തോന്ന് ഇപ്പോൾ കഫം കടലമാവും ഇതൊക്കെ ഇട്ട് ഞാൻ എന്തെങ്കിലും ചെയ്ത് കുരുമുളകൊക്കെ ഇട്ട് കൊടുത്താൽ കഫം കുറയും. അപ്പോൾ കാരച്ച തിന്ന മാതിരി ആയി, ചായയുടെ കൂടെ കാരച്ച തിന്ന മാതിരി കഫം കുറഞ്ഞ മാതിരി ആയി. കഫം കുറയുമ്പോൾ വെയിറ്റും കുറയും. അപ്പോൾ ഇപ്പോൾ ഇതിൽ ചക്ര ആക്ടിവേഷന് ടേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള ബോർഡ് ഇപ്പോൾ വയ്ക്കാമല്ലോ. ഇതിന് എന്തെന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഹോട്ടൽ പച്ചയിൽ അത് എടുക്കുക, ചുവപ്പിൽ എടുക്കുക ബക്കറ്റ്. അതേമാതിരി ടേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഇത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരുന്ന ഡോക്ടറെ അടുത്ത് പോകണ്ടല്ലോ. വേണ്ട. അത് അപ്പോൾ ലൈഫിലും ഹെൽത്ത് മറ്റേ കുനിഞ്ഞ് നിന്നാൽ അത് വരുമോ? കുനിഞ്ഞ് ഓവറാ കുനിഞ്ഞ് വെച്ചാൽ നിങ്ങളുടെ നിങ്ങളെ ഡിസ്ലൊക്കേറ്റ് ആയിക്കോളും. പിന്നെ അത് പൊടിഞ്ഞും പോകും. എന്തെന്ന് പൊടിയാതിരിക്കാൻ ഇപ്പം ഞാൻ പറഞ്ഞ ഇത് എത്ര ദിവസം ഒരു ഇടണം? 15 ദിവസം ഒരു ഇടണം. എന്തോന്ന് കഴിക്കണമെന്നർത്ഥം. നിങ്ങൾ മാത്രം മതിയോ? അത് മൂന്നും കൂടെ എല്ലാം ചേർന്നിട്ട് മുറുക്ക നിങ്ങൾ വീട്ടിൽ ഫങ്ഷൻ വരുന്നതെല്ലാം അത് വെച്ച് കൊടുക്കുന്നത്. വീണ്ടും അത് കൊണ്ടുവന്നാൽ ഇങ്ങനെ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ഏജിലുള്ള എല്ലാവർക്കും വേണം. ഇപ്പോൾ മനസ്സിലായോ? അല്ല, ഇത് അത് മുറുക്കാം. അവർ ചുമ്മാ അവർ 15 ദിവസം കൊടുത്താൽ ബോൺ സ്ട്രോങ് ആവും. ഈ ലേഡീസിന് ബോൺ ബ്രിട്ടിൽനെസ് മാറും. അതേമാതിരി പെരണ്ട ഇത് വെച്ചാൽ ബോൺ വയസ്സായ ബ്രിട്ടിൽ ആവില്ല, അതിന് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവും. അപ്പം അത് ചെയ്യാമല്ലോ. നമ്മൾ ഇതെല്ലാം വന്ന് ചെയ്താൽ ആർത്തവൻ്റെ അടുത്ത് ഓടുന്നത്. ഇപ്പോൾ കൊണ്ട് അയ്യോ ഞങ്ങൾക്ക് നേരത്തെ എല്ലാം എൻഗേജ്മെൻറ്റ് പോയാൽ ആദ്യം വെറ്റാണ് വെക്കണം. ഇപ്പോൾ അതന്നെ ഇപ്പോൾ നിങ്ങൾ വീണ്ടും കൊണ്ടുവരും. ഇപ്പോൾ ഇനി നമ്മളുടെ കയ്യിലെല്ലാം ഇത് ചെയ്യണം. മനസ്സിലായ? അപ്പോൾ ഇത് നിങ്ങളൊന്ന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഒന്ന് ഓക്കെ, ശരി. അടുത്തത് സോ ഇപ്പോൾ അടുത്തത് ഒന്ന് മണിപൂരകം. മണിപൂരക ആക്ടിവേഷൻ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അഗ്നിയല്ലേ, അഗ്നി പിത്തം കൺട്രോൾ. എന്തോന്ന് അപ്പോൾ പിത്തം കൺട്രോൾ ആണെങ്കിൽ നിങ്ങൾ അഗ്നിയിൽ വരുമ്പോൾ ഓവർ ഹീറ്റ് അതിനൊക്കെ വെച്ചാൽ അതിനെ ഇതാ നോക്കിയ ഇങ്ങനെ വെച്ചാൽ അഗ്നി മുദ്ര മണിപൂരം ചെയ്താൽ ഇങ്ങനെ വെച്ചാൽ പിത്തം കൺട്രോൾ വരും. എന്തോന്ന് ഇങ്ങനെ വെച്ചാൽ അഗ്നി മുദ്ര ഇങ്ങനെ മാറ്റി പിടിച്ചാൽ എന്തോന്ന് വരും. അപ്പോൾ അത് നിങ്ങൾ ബി എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അത് ചക്ര ആക്ടിവേഷനിൽ ഹീൽ ചെയ്യാം. സെൽഫ് ഹീലിംഗ്. എന്താണ് സെൽഫ് ഹീലിംഗ്? പിന്നെ വേണ്ട പ്രാണായാമം. അനാഹതത്തിലുള്ള വായുവും വിശുദ്ധിയുള്ള സ്പേസും ചേർന്നതാണ് വാദം. എന്തോന്ന് വാദം. അപ്പോൾ വാദത്തിന് മരുന്ന് കൊടുക്കുന്ന ആയുർവേദ ഡോക്ടർ മരുന്ന് കുടിച്ചുകൊണ്ടേയിരിക്കുന്ന 6 കൊല്ലം കായാലും ശരിയായില്ല, 6 കൊല്ലം കായാലും. അപ്പോൾ പ്രാണായാമവും ഈ വിശുദ്ധി ആക്ടിവേഷൻ ചെയ്താൽ അവരുടെ ട്രീറ്റ്മെൻറ്റ് വാദക്കാരന് 1 മാസത്തിൽ ക്ലിയർ ചെയ്യാമോ? ഇങ്ങനെ 6 മാസം ക്ലിയർ ആകാത്തത് ഇതും കൂടെ ചെയ്താൽ എത്ര മാസത്തിൽ ക്ലിയർ ആവും? എന്താണ്? അപ്പോൾ പിന്നെ 6 മാസം 6 കൊല്ലം ഓടുന്ന ഫീസ് അവർ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വാങ്ങിച്ചോളാം. എന്ന് വെച്ചാൽ വാദമൊക്കെ ഇത് ബാലൻസ് ചെയ്യാതെ വാദം ക്ലിയർ ആവില്ല. എണ്ണ 5 കൊല്ലം 8 കൊല്ലം ഇട്ടുകൊണ്ടേ ഇരിക്കാം. എണ്ണ ഇടുന്ന വരുന്നവന് ഡെയിലി 500-600 കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇത് ചെയ്താലേ അത് കണക്കാവും. എന്തോന്ന് അപ്പോൾ ഇത് ചെയ്യണമല്ലോ. വർമാണിയും ശരി, ആയുർവേദ ഡോക്ടറും ശരി, വാദ കോളാറുള്ളവർക്ക്
പ്രാണ ആക്ടിവേഷൻ ആൻഡ് വിശുദ്ധി സ്പേസ് ആക്ടിവേഷൻ കമ്പൽസറി. വർമാണിക്ക് ആയുർവേദ ഡോക്ടറിന് കമ്പൽസറി. അതാണ് ആയുർവേദ ഡോക്ടറിനെ വിളിക്കുക, നിങ്ങൾ മൂവ് ചെയ്ത് വിളിച്ച് നടത്തണം. അതിൻ്റെ ഇത് ഇപ്പോൾ എൻ്റെ അടുത്ത് പഠിച്ച 5-6 പേര് അവർ ചെയ്യുന്നുണ്ട്, വർമാണിയും ചെയ്യുന്നുണ്ട്. ശരി, അപ്പോൾ ഇപ്പോൾ വാദപിത്ത അപ്പോൾ നമുക്ക് ഇത് മാത്രമല്ല, പ്രത്യാഹാരത്തിൽ സ്വാധിഷ്ഠാനത്തിൽ നാക്ക്, കണ്ണ് മണിപൂരത്തിൽ കണക്ട്. എന്തോന്ന് കണ്ണ്? അപ്പോൾ നിങ്ങൾക്ക് കണ്ണിന് ക്ലിയർ ആവണേ എന്ത് ചെയ്യണം? മണിപ്പൂര ആക്ടിവേഷൻ ചെയ്താൽ ഒരു 30%, 33% ക്ലിയർ ആവും. അതിൻ്റെ കൂടെ അടുത്തത് ദശവായു ആക്ടിവേഷൻ ചെയ്താൽ അതിൽ ಇನ್ನೊരു 33 കണമാകും. നാഡി ചാനൽ ഓപ്പൺ ആയാൽ 100% കറക്റ്റ് ആവും. എന്തോന്ന്? അപ്പോൾ ഇത് വേണമെന്ന് വേണ്ടേ? ഇതൊക്കെ ഞാൻ പ്രൂവ് ചെയ്ത് എവിഡൻസ് വെച്ചിരിക്കണം. 5% കണ്ണ് കാണാത്തവന് 100 പോകാൻ പറ്റുന്നില്ല. 25 ഉള്ളത് 80, ഇപ്പോൾ 45 ഉള്ള 2 എണ്ണം എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എവിഡൻസ് ഇരിക്കുന്നു, ആകുന്നുണ്ട്. അപ്പോൾ ഇതിൽ 80% വരെ ഞാൻ ആക്കി ഇവിടെ കൊണ്ടാൽ നിങ്ങളുടെ മുമ്പ് ചെയ്ത് കാണിക്കാം. വിവേകാനന്ദ കേന്ദ്രാവിൽ ക്ലാസ് എടുക്കും, മൂക്ക് വേദന എന്ന് പറഞ്ഞ് 25 മിനിറ്റിനകം മൂക്ക് വേദന പോയിന്ന് അവർ പറയാം, എല്ലാവരും കേട്ട്. കാത് വേദന 25 മിനിറ്റിൽ പോകും. അതിനുള്ള ടെക്നിക്കുണ്ട്. എനർജി മാനിപ്പുലേഷൻ മരുന്നല്ല, അത് ഞാൻ നിങ്ങളുടെ ദേഹത്തെ തൊടാതെ ഉള്ള ട്രീറ്റ്മെൻറ്റ്. നിങ്ങളുടെ ദേഹത്തെ തൊടാതെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ ഇരിക്കുന്നു. അതൊക്കെ ഈ ചക്ര ആക്ടിവേഷനിൽ കണക്ട്. ശരി, കണ്ണിനുള്ള അപ്പോൾ സ്കിൻ നല്ല ഷൈനിങ് ആയിരിക്കണം. എന്തോന്ന്? ത്വക്ക് നല്ല ഇതായിരിക്കണം. ഡീടാക്സിയൊക്കെ ചെയ്യണം, അത് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ഒരു ഇത് ഇവിടെ ഉണ്ട്. എന്തോന്ന്? അപ്പോൾ അത് സ്കിന്ന് നല്ല ഷൈനിങ് ആയിരിക്കണം, നല്ല ഒരു ഇതായിരിക്കണം. ഇപ്പോൾ ലേഡീസിനാണ് കൂടുതൽ ആവശ്യം. എന്തോന്ന് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആളൊക്കെ വരുന്നുണ്ട്. എന്തോന്ന്? അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകേ വേണ്ട. എൻ്റെ ഫേഷ്യൽ ഗ്ലോ യോഗ. ഫേഷ്യൽ ഗ്ലോ യോഗ. അപ്പോൾ ഇവിടെ നടത്തണം. ഫേഷ്യൽ ഗ്ലോ യോഗ വേണം ഇവിടെ നടത്താനല്ലോ, ലിസ്റ്റിൽ ചേർക്കാനല്ലോ. അപ്പോൾ ഇത് എന്തെന്ന് വെച്ചാൽ ഞാൻ ഇത് അനാഗത്തിൽ വന്ന് പ്രാണൻ ആക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ ശേഷം വരുണി നാഡി എന്നൊരു നാഡിയുണ്ട്, അത് ആക്ടിവേറ്റ് ചെയ്താൽ വരും. അപ്പോൾ ഈ നാഡി ഒന്നും അറിയാതെ നിങ്ങൾ യോഗ ചെയ്താൽ ഞാൻ യോഗയുടെ പേരുണ്ട് കേട്ടോ. എനിക്ക് പേരറിയാം. എന്തോന്ന് പേര്? അതും അറിയാം. നിങ്ങൾ വീട്ടിൽ അടുക്കളയിൽ നിങ്ങൾ അടുക്കളയിൽ